ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിന് തിരിച്ചടി. മൂത്ത സഹോദരിയടക്കം 10 കുടുംബാംഗങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് മസൂദ് അസർ തന്നെ സ്ഥിരീകരിക്കുന്നത്. അസറിന്റെ അടുത്ത അനുയായികളായ 4 പേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ സംസ്കാരം വൈകിട്ട് 4-ന് ബഹവൽപൂരിൽ നടക്കുമെന്ന് മസൂദ് അസർ വ്യക്തമാക്കി. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളും ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ തലവനുമായ മൗലാന മസൂദ് അസറിന്റെ ബഹവൽപൂരിലെ വീടാണ് ഇന്ത്യൻ സൈന്യം ആക്രമിച്ചത്. ജെയ്ഷെ ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിച്ചിരുന്ന ബഹവൽപൂരിലെ സബ്ഖാൻ അള്ള മസ്ജിദും ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ 70 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇന്ത്യൻ ആക്രമണത്തിൽ 55ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പഠാൻകോട്ട് ഭീകരാക്രമണത്തിന് ആസൂത്രണം നൽകിയതും മസൂദ് അസർ തന്നെയെന്നാണ് റിപ്പോർട്ടുകൾ. മസൂദ് അസറിനെ തീവ്രവാദിയായി പ്രഖ്യാപിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തെ ചൈന അന്ന് എതിർത്തിരുന്നു. ഇന്ത്യയ്ക്ക് ഭീഷണിയായ തീവ്രവാദികളിൽ ഏറ്റവും അപകടകാരിയാണ് മസൂദ് അസർ എന്നാണ് വിലയിരുത്തുന്നത്. 2016-ലെ പഠാൻകോട്ട് ആക്രമണം കൂടാതെ 2001-ലെ പാർലമെന്റ് ആക്രമണം, 2005-ലെ അയോധ്യ ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്കും പുറകിൽ മസൂദ് അസറിന്റെ കൈകളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ ജയിലിലായിരുന്ന മസൂദ് അസറിനെ 1999-ൽ കാണ്ഡഹാർ വിമാന റാഞ്ചലിനെ തുടർന്ന് മോചിപ്പിക്കുകയായിരുന്നു. അൽ ഖ്വയ്ദയുടെ, താലിബാന്റെയും ISIയുടെയും പിന്തുണയോടെയാണ് കാണ്ഡഹാർ വിമാന റാഞ്ചൽ നടന്നതെന്നാണ് കരുതപ്പെടുന്നത്. അസറിന്റെ സഹോദരനായ അദർ ഇബ്രാഹിമാണ് കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ നേതൃത്വം വഹിച്ചതെന്നും കരുതപ്പെടുന്നുണ്ട്. അസറും അദറും ഉൾപ്പെടെ ജെയ്ഷെ മുഹമ്മദ് നേതാക്കന്മാർക്ക് പാകിസ്ഥാൻ ഭരണാധികാരികളുമായും അടുത്ത ബന്ധമുണ്ടെന്നും ഇന്ത്യ ആരോപിച്ചിരുന്നു. അതേസമയം ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ 35 മരണമെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതികളായ അജ്മൽ കസബ്, ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നിവർ പരിശീലനം നേടിയ മുറിഡ്കയിലെ ഭീകര ക്യാമ്പുകളടക്കം തകർത്തവയിൽ ഉൾപ്പെടുന്നു. ഒസാമ ബിൻ ലാദൻ പണം നൽകി നിർമ്മിച്ച കേന്ദ്രവും തകർത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമുള്ള ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുമായി ബന്ധപ്പെട്ട 9 ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത്. മുസഫറാബാദ്, കൌഡ്ലി, ബഹാവൽപൂർ, റാവലക്കോട്ട്, ചക്സ്വാരി, ഭീംപർ, നിലംബാലി, ഝലം, ചക്വാൾ എന്നീ ഭീകര കേന്ദ്രങ്ങളെയാണ് മിസൈൽ ആക്രമണം ലക്ഷ്യമിട്ടത്. പാക് അതിർത്തിക്ക് 18 കിലോമീറ്ററിനുള്ളിലെ ഭീകര ക്യാമ്പും തകർത്തു. കൊളാറ്ററൽ ഡാമേജ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ പോലും തിരഞ്ഞെടുത്തത്. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയൊന്നും ലക്ഷ്യമിട്ടവയിലില്ല. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യൻ സേന നടത്തിയിട്ടുണ്ടെന്ന് സൈനിക ഓഫീസർമാരായ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.